അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ 6ാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠത്തിലെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദർസു സാദിസ് 6ാമത്തെ പാഠം നൂറുല്ലാഹി തആല. 500 ദിർഹമോ? ഉസ്താദ് അത്ഭുതപ്പെട്ടു. കാര്യമറിയാതെ അദ്ദേഹം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. മകൻ ഹമ്മാദിനെ ഫാത്തിഹ പഠിപ്പിച്ചതിന്റെ പേരിൽ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 500 ദിർഹം പാരിതോഷികമായി നൽകിയപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിനോട് പറഞ്ഞു, എൻ്റെ കൈവശം ഇപ്പോൾ ഇതേ ഉള്ളൂ, കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അധികം തരുമായിരുന്നു. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതന് വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ഈ മഹത്വം ലഭിക്കാൻ അദബുകൾ പാലിക്കണം. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ നൂറ് ലഭിക്കുകയില്ല. കൃഷി ഇറക്കുന്നതിന് മുമ്പ് കർഷകൻ ഭൂമി ശരിപ്പെടുത്തുന്നത് പോലെ അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം. തുടർന്ന് അദബുകൾ പാലിച്ചുകൊണ്ട് അറിവ് നേടണം. അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ യൻതഫിഉ ബിഹി ഫിൽ ആഖിറതി യുരീദു ബിഹി അർലൻ മിനദ് ദുനിയ ലം യുരിഹ് റായിഹത്തൽ ജന്ന. പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ് ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവന് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുകയില്ല. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദുആ ചെയ്യണം. പഠിച്ചതനുസരിച്ച് ജീവിക്കണം. എന്നാലേ അത് ഉപകാരപ്പെടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. മരണം വരെ അറിവ് പഠിച്ചുകൊണ്ടിരിക്കണം. മതപരവും ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഐഹികവുമായ അറിവുകൾ നിരന്തരം കരസ്ഥമാക്കണം. കളികളിലും വിനോദത്തിലുമായി സമയം പാഴാക്കരുത്. ചെറുപ്പകാലത്ത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ചെറുപ്പകാലത്ത് പഠിക്കുന്നത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. ഇൽമു ഉപകാരപ്പെടാൻ ഉസ്താദുമാരെയും ഉലമാക്കളെയും ബഹുമാനിക്കണം. ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വെച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പതുക്കെ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. വളരെ സൂക്ഷിച്ച് പുസ്തകത്തിന്റെ താളുകൾ മറിക്കാറുണ്ടായിരുന്നുള്ളൂ. താളുകൾ മറിക്കുന്ന ശബ്ദം കൊണ്ട് ഉസ്താദിന് ശല്യമുണ്ടാകുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കിയാണ് മഹാൻ അങ്ങനെ ചെയ്തത്. ഉലമാക്കളെ കുറ്റം പറയരുത്. അവരെ ഗീബത്ത് പറയരുത്. അത് സർവനാശത്തിന് കാരണമാകും. ലാ തറുതബൻ അഹദൻ ഫളൻ അനിൽ ഉലമാ വലു ബിസഹ്വിൻ ലിമാ ഫീ ലഹ്മിഹിം ദർഫ്. ഇന്ന ദുആഫ മതാ മാ കുൻത തൗകുലുഹു വലു ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തലഫ്. നീ ആരെയും ഗീബത്ത് പറയരുത്. പണ്ഡിതന്മാരെ ഒരിക്കലും ഗീബത്ത് പറയരുത്. മറന്നു പോലും അങ്ങനെ വരരുത്. അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. മറന്ന് വിഷം കഴിച്ചാലും ശരീരത്തിന് നാശം സംഭവിക്കും. അല്ലാഹുവേ, ഉപകാരപ്രദമായ അറിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ആമീൻ. ഈ പാഠം വായിച്ചത് മനസ്സിലായില്ലേ? പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ.
നബിമാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ദിർഹം ഒരു വെള്ളി നാണയം, ഇൽമ് അറിവ്, സർഅ് കൃഷി, സാരിയ കൃഷിക്കാരൻ, ഇൻതഫഅ ഉപകരിച്ചോ, റായിഹ പരിമളം, സഹ്വുൻ മറവി, ദുഅഫുൻ അല്ലെങ്കിൽ ദുആഫുൻ അതിൻ്റെ അർത്ഥം വിഷം, തലഫുൻ നാശം, നൂറുല്ലാഹി തആല അല്ലാഹു തആലയുടെ പ്രകാശം, അഊദു ഞാൻ കാവൽ തേടുന്നു, ലാ തഅ്തബൻ നീ ഗീബത്ത് പറയരുത്, ഉലമാ പണ്ഡിതന്മാർ. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുൻശഉൽ ജുമൽ വാക്യത്തിൽ പ്രയോഗിക്കണം. 1. പാരിതോഷികം. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാക്യം. മകനെ ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 500 ദിർഹം പാരിതോഷികമായി നൽകി. രണ്ടാമത്തത് മഹത്വം. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. മൂന്നാമത്തെ വാക്ക് ലഭിക്കുകയില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ നൂർ ലഭിക്കുകയില്ല. അടുത്ത വാക്ക് നോക്കൂ. ഏറ്റവും മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാഗ് വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മകൻ ഹമ്മാദിന്റെ ഉസ്താദിന് ഡാഷ് ദിർഹം പാരിതോഷികമായി നൽകി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 500. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മകൻ ഹമ്മാദിന്റെ ഉസ്താദിന് 500 ദിർഹം പാരിതോഷികമായി നൽകി. രണ്ടാമത്തത് അറിവ് ഡാഷിന്റെ പ്രകാശമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആല. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. 3. അറിവ് തേടി പുറപ്പെട്ടവർക്ക് ഡാഷിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള. അറിവ് തേടി പുറപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കും. 4. പണ്ഡിതന് വേണ്ടി ഡാഷ് കളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ആകാശഭൂമി. പണ്ഡിതന് വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. 5. തെറ്റ് ചെയ്യുന്നവർക്ക് ഡാഷിന്റെ പ്രകാശം ലഭിക്കുകയില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അല്ലാഹു തആല. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ പ്രകാശം ലഭിക്കുകയില്ല. 6. അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ഡാഷ് ശുദ്ധമാക്കണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മനസ്സ്. അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ ഒന്നാമത്തെ ചോദ്യം അറിവ് നേടുന്നത് കൊണ്ട് എന്താണ് ആഗ്രഹിക്കേണ്ടത്? അറിവ് നേടുന്നത് കൊണ്ട് അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. 2. ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ച് അറിവ് പഠിക്കുന്നവന് ലഭിക്കുകയില്ല. എന്ത്? ഉത്തരം ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ച് അറിവ് പഠിക്കുന്നവന് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുകയില്ല. 3. പഠനം തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? ഉത്തരം പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. 4. പഠനം തുടങ്ങുമ്പോൾ ആർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം? ഉത്തരം പഠനം തുടങ്ങുമ്പോൾ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും വേണ്ടി ദുആ ചെയ്യണം. 5. അറിവ് പഠിക്കണം ഏതുവരെ? ഉത്തരം മരണം വരെ അറിവ് പഠിക്കണം. 6. ചെറുപ്പകാലത്ത് പഠിക്കുന്നത് ഏതുപോലെയാണ്? ഉത്തരം ചെറുപ്പകാലത്ത് പഠിക്കുന്നത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. 7. ഉസ്താദിനോടുള്ള ബഹുമാനത്തിന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വെച്ച് പതുക്കെ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. 8. ഉലമാക്കളെ കുറ്റം പറയരുത്. കാരണം? ഉത്തരം ഉലമാക്കളെ കുറ്റം പറയരുത്, അത് സർവനാശത്തിന് കാരണമാകും. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ 1. ഇൽമിന്റെ മഹത്വത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അഭിവന്ദ്യരായ ഉസ്താദുമാർക്കും അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അറിവിൻ്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ലഘു പ്രസംഗമാണ്. അറിവ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അറിവ് നേടുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനാകുന്നത്. അറിവില്ലാത്തവൻ നിന്ദ്യനായിത്തീരും. മറ്റുള്ളവരിൽ നിന്ന് പരിഹാസം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അറിവ് നേടുന്നവൻ
അറിവില്ലാത്തവരെക്കാൾ ഉന്നതനായിത്തീരുന്നു. മനുഷ്യൻ സ്വായത്തമാക്കുന്ന അറിവുകൾ ധാരാളമുണ്ട്. അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അള്ളാഹുവിന്റെ ശർഇനെ കുറിച്ചുള്ള അറിവാണ്. എല്ലാ അറിവുകളും ദുന്യാവോടെ അവസാനിക്കും. എന്നാൽ ദീനിന്റെ അറിവ് പാരത്രിക ലോകത്തേക്ക് വെളിച്ചം പ്രദാനം ചെയ്യുന്നു. അറിവ് മനുഷ്യന്റെ അമലുകളുടെ ആധാരമാണ്, ഊർജ സ്രോതസ്സാണ്, ശരി തെറ്റുകളുടെ അവലംബമാണ്. അറിവുള്ളവർ ആദരണീയരാണ്. അറിവ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അറിവ് നേടുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. അറിവ് നേടുന്നതും അതിന് ശ്രമിക്കുന്നതും പുണ്യകർമ്മമാണ്, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അള്ളാഹു ഒരാളിൽ നന്മ ഉദ്ദേശിച്ചാൽ അവനെ മതപണ്ഡിതനാക്കും. ഈ ലോകത്തും വിജയിക്കാനുള്ള പ്രധാന മാർഗമാണ് അറിവ്. അറിവ് അള്ളാഹുവിന്റെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതന് വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ഈ മഹത്വം ലഭിക്കാൻ അദബുകൾ പാലിക്കണം. തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു തആലയുടെ നൂർ ലഭിക്കുകയില്ല. മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. മരണം വരെ അറിവ് പഠിച്ചുകൊണ്ടിരിക്കണം. ഹലാലും ഹറാമും തിരിച്ചറിയാൻ അറിവ് വേണം. പരലോകത്തിന്റെ നേട്ടം ആഗ്രഹിച്ച് അറിവ് പഠിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ പരിമളം ലഭിക്കുന്നു. അറിവ് കരസ്ഥമാക്കുന്നതിലൂടെ ഈ ലോകത്തും മഹനീയ പദവി ലഭിക്കുന്നു. ഉപകാരപ്രദമായ അറിവ് നേടാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഉപകാരപ്രദമായ അറിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. ആമീൻ. തഖ്സീസിൽ രണ്ടാമത്തത് പണ്ഡിതന്മാരെ ആദരിക്കൽ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. പണ്ഡിതന്മാരെ ആദരിക്കൽ. അല്ലാഹു തആല ആദരിക്കാൻ കൽപ്പിച്ചവരാണ് പണ്ഡിതന്മാർ. അത് ഓരോ വിശ്വാസികളുടെയും കടമയാണ്. വിജയികളിൽ പെടാൻ ഹൃദയാടിത്തട്ടിൽ നിന്നുള്ള അറിവ് അനിവാര്യമാണ്. പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾക്ക് അർഹരാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ചില വ്യക്തികളെ അള്ളാഹു തആല പ്രത്യേകം ആദരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അറിവ് നൽകുന്ന പണ്ഡിതന്മാർ അവരിൽ പെട്ടവരാണ്. അള്ളാഹു തആല ശ്രേഷ്ഠരാക്കിയവരാണവർ. അവർക്ക് ആദരവും പരിഗണനയും നൽകൽ നമ്മുടെ കടമയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനവും ദീനിൽ വലിയ അറിവും കരസ്ഥമാക്കിയവരാണവർ. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ഉസ്താദിന്റെ അടുത്ത് വെച്ച് പതുക്കെ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. വളരെ സൂക്ഷിച്ച് പുസ്തകത്തിന്റെ താളുകൾ മറിക്കുമായിരുന്നുള്ളൂ. കാരണം ഉസ്താദിന് ശല്യമുണ്ടാകുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കിയാണ് മഹാൻ അപ്രകാരം ചെയ്തിരുന്നത്. ഉലമാക്കളെ കുറ്റം പറയരുത്, അവരെ ഗീബത്ത് പറയരുത്, അത് സർവനാശത്തിന് കാരണമാകും. തഖ്സീസിൽ മൂന്നാമത്തത്, നിങ്ങളുടെ നാട്ടിലും പരിസരത്തും മരണപ്പെട്ട ഉലമാക്കളുടെ ഏതാനും പേരുകളുള്ള പട്ടിക തയ്യാറാക്കുക. അപ്പോൾ ഇത് കൂട്ടുകാർ അന്വേഷിച്ച് ചെയ്യേണ്ട വർക്കാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.